ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ഈവനിങ് ആയപ്പോൾ ചെറിയൊരു വിശപ്പ് വന്നു. അപ്പോൾ ഒരു ഇപ്പി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കുറേ ദിവസമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ അതന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഇപ്പിൻ്റെ ശരിക്കുള്ളൊരു ഫാനൊന്നുമല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ക്രേവിങ്സ് ഇങ്ങനെ തോന്നും. എനിക്ക് മാഗിയാണ് കൂടുതൽ ഇഷ്ടം. എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കലുണ്ടെന്ന് മാത്രം. ഇതൊരു തട്ടിക്കൂട്ടാണ് കേട്ടോ. ഇന്ന് ജസ്റ്റ് വെറുതെ ഉണ്ടാക്കാനാണ് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സോസൊക്കെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കലുണ്ട്. ഇന്ന് എന്തോ ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നൂഡിൽസ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനൊരു ചോക്കോബാർ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നൂഡിൽസ് വെന്ത ശേഷമാണ്, അതായത് കുക്കായ ശേഷമാണ് ഞാൻ അതിലോട്ട് മറ്റേ നമ്മുടെ മസാല ഇടയിൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ മസാലയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാ ഞാൻ ഒരു ചോക്കോബാർക്ക് എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചിട്ട് ബാക്കി പിന്നെ എൻ്റെ ഒരു കുഞ്ഞിച്ചക്കനുണ്ടല്ലോ, ഓനക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇപ്പയൊക്കെ ഇതാ നന്നായി കുക്കായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഒരു കോഫി അങ്ങോട്ട് ഉണ്ടാക്കാം. ഞാനൊരു കോഫി പേഴ്സൺ അല്ല, എന്നാലും എന്തോ എനിക്കിന്ന് തോന്നി എന്തായാലും ഷൂട്ട് ചെയ്യല്ലേ, അപ്പോൾ ഒരു കോഫി അങ്ങോട്ട് ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വെന്തൊന്ന് കുഴയണം കേട്ടോ, എന്നാലും എനിക്ക് സെറ്റാവുള്ളേ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്, കോഫി പേഴ്സൺ ആണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോസ് കണ്ട് ഇഷ്ടമാവണേൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. ഞാൻ സാധാരണ കോഫിയൊന്നും കുടിക്കലില്ല, ഒട്ടും കുടിക്കാത്ത ഒരാളാണ് കേട്ടോ. ഒന്ന് എന്തോ അതിവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കോൾഡ് കോഫി പോലെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരു തട്ടിക്കൂട്ടാണ്. മാഗി പോലെ തന്നെ. അധികം സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഐസ് ക്യൂബും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നല്ല ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ഐസ് വാട്ടറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഒപ്പിച്ചു. വീഡിയോ എടുക്കുന്ന ഇടയിൽ ഇങ്ങനെ കുറച്ചൊക്കെ സംഭവിക്കും, പഞ്ചസാരയൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ എന്തൊക്കെയാണ്, 2025 കഴിയാനായി. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും നെക്സ്റ്റ് ഇയറിലോട്ടുള്ള പ്ലാനൊക്കെ എന്തൊക്കെയാണ്? ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവരാണോ? ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ? പ്ലാനറൊക്കെ തയ്യാറാക്കിയോ അതോ പ്ലാനറൊക്കെ വാങ്ങിയോ? എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെയോ ഞാൻ തട്ടിക്കൂട്ടി ഇതേപോലെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുടിച്ച് നോക്കിയാൽ അതിൻ്റെ തട്ടിക്കൂട്ട് കോഫിയൊക്കെ ഒപ്പിച്ചു. ഞാനിത് അങ്ങനെ കുടിച്ചില്ല കേട്ടോ, എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ്. പിന്നെ ഇതാ ഈ ഗ്രീൻ പ്ലേറ്റ് എൻ്റെ കുഞ്ഞിച്ചക്കനുള്ളതാണ് കേട്ടോ. അവനക്ക് കൊടുക്കാൻ പാടില്ല എന്നറിയാം, പക്ഷെ അവനക്ക് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിനോട് കുറച്ചധികം ക്രേവിങ്സ് കൂടുതലാണ്. അപ്പം പിന്നെ ഇങ്ങനെ കൊടുക്കാതിരിക്കാമല്ലേ. അപ്പോൾ അവന് കുറച്ച് മാത്രം ഞാനിതാ കൊടുത്തു. തോന്നിയ ഒരു ഓംലേറ്റും കൂടി ആവാമെന്ന് കേട്ടോ, കുറച്ചുകൂടി ഫില്ലിങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ സെർവ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ച്. പിന്നെ എന്താ ഞാനും എൻ്റെ ലിയാമും പാടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവൻ്റെ കഴിക്കൽ ഇത് അങ്ങനെയൊക്കെയാണ്, എല്ലാവരുടെയും ആക്കും. അങ്ങനെ തന്നെ കഴിച്ച് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ വിട്ടു കൊടുക്കും. പിന്നീട് ക്ലീൻ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ വിടും. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.